ഇന്നുണ്ടല്ലോ എൻ്റെ മോൻ്റെ ലഞ്ച് ബോക്സിലെ ഒരു വറ്റ് പോലും ബാക്കി വെക്കാതെ മുഴുവനും കഴിക്കുന്നു. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് കേട്ടോ. വേറെ ഒന്നും വേണ്ട, ഒരു മുട്ട വറുത്തത് മാത്രം മതി. ഈ ചോറങ്ങ് വെറുതെ വാരി കഴിക്കാനും അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, അതുപോലെ തന്നെ മല്ലിയില, ഇതൊക്കെ നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം. പിന്നെ ഒരു പാനിലോട്ട് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബീ ലീഫ്, അതുപോലെ തന്നെ ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഒരു മീഡിയം സൈസ് സവാള നേർമയായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് സവാള അധികം വഴന്ന് പോകാതെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും, ഒരു 1/2 കപ്പ് ഫ്രോസൺ പീസും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് ആണ്. ഒരു 1/4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്ത് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വാല വെച്ചതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ കളർ ഒന്നും മാറിപ്പോവരുത്. അതിനുശേഷം നമുക്ക് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന നിലയിൽ നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ല പോലെ തിള വരുമ്പോൾ ലോ സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നെയ്യ്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വെറുതെ വാരി തിന്നാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇനി നിങ്ങളും ഇതേപോലെ ഒരു ഗ്രീൻ ബീൻസ് പുലാവ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.